നമ്മളെ പുട്ട് ചോളത്തിൻ്റെ പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പുട്ട്. ഒരു കഷ്ണത്തിൽ ഇത്തിരി പൊടി എടുത്തോളൂ, പക്ഷേ കണ്ട നനച്ചപ്പോൾ കണ്ട പൊടി നല്ല രസമാണ് കേട്ടോ. 4 മണി ചായക്കൊക്കെ എടുക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. കൊള്ളാവോ ചോളപ്പൊടി കേട്ടോ. എനിക്കിവിടെ വെട്ടമില്ലാത്ത കാരണം കൊണ്ട് വലിയ പിടുത്തില്ല. കണ്ട ചോളപ്പൊടി ഒരു കഷ്ണമുള്ളൂ കേട്ടോ. കുറച്ചായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ചോളപ്പൊടി കേട്ടോ. എല്ലാവരും അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ലൈക്ക് അടിക്കണം, കമൻ്റ് ഇടണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇത്താനെ സഹായിക്കണം. നിങ്ങളൊക്കെ വേണം എനിക്ക് വിജയിക്കാൻ. ഞാൻ എൻ്റെ ചെറിയ അറിയാവുന്ന കറികളൊക്കെ ഞാൻ ഇട്ട് തരുന്നതാണ്. പലഹാരങ്ങൾ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇടുന്നതാണ് കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നമുക്കിത് ചോളപ്പൊടിയാണ്. ഇതിൽ കടലപ്പൊടി പോലെയാണ് കാണുന്നത് കേട്ടോ. ചോളപ്പൊടി ഇത് കടയിൽ നിന്ന് ചോദിച്ചാൽ കിട്ടും. ഇത് കടലപ്പൊടി അല്ല കേട്ടോ, ഇത് ചോളപ്പൊടിയാണ്. ചോളപ്പൊടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്കൊരു പുട്ടുണ്ടാക്കാം. ഇത് വളരെ കുറച്ച് കേട്ടോ, ഒരു തിരിക്കോളം ഉപ്പിട്ടിങ്ങായിട്ട് നനക്കണം. ചെറിച്ചിരി വെള്ളത്തിൽ കേട്ടോ, സാധാ വെള്ളത്തിൽ നനക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ കഷ്ണം എടുത്ത് പുട്ട് ചുട്ട് കാണിച്ച് തരാനും വേണ്ടി ഇങ്ങോട്ട് എടുക്കണത്. അറിയുന്നവർക്കെല്ലാം അറിയാൻ പാടില്ലാത്ത പിള്ളേരുണ്ടല്ലോ, നമ്മളെ പുതിയ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്ന് കാണാനായിട്ട് ചോളപ്പൊടിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട, നുള്ളു പൊടി മതി. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നനച്ചെടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇത്തിരി വെള്ളം മതി കേട്ടോ. കുട്ടി നനഞ്ഞണ്ട. ഇത് ഫോണായത് കൊണ്ടിട്ട് മാത്രം ഇട്ട് ഇങ്ങനെ ഇരിക്കരുത്. കുഴിയുള്ള പാത്രത്തിൽ തന്നാൽ അപ്പം ഇത്തിരി പൊടിയല്ലേ ഉള്ളൂ. ഇത്തിരി വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടില്ല. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നനയില്ല ചുവന്നേരം. ഇങ്ങനെ കൊണ്ടുള്ളൊരു പാത്രമൊക്കെ എടുത്താൽ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ പുട്ട് കാണാം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പുട്ടാണ് ഒന്ന് നനച്ചിട്ട് കുടത്തിൽ കുറച്ച് വെള്ളം, ഇത്രയും വെള്ളം കേട്ടോ. ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. എന്നിട്ട് പുട്ടാണ് ഒന്ന് കഴുകിയിട്ട് നനച്ചിട്ട് വെക്കുമ്പോൾ ആവി വന്നിട്ടില്ല. ആവി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ പുട്ട് നടക്കാം കേട്ടോ. എനിക്ക് പൊടി നടക്കാം കേട്ടോ. അപ്പോൾ ഇത് ചില്ലുണ്ട്, ആവി വരുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു കയ്യിലായത് കൊണ്ടിട്ടാണ്. അതേ പുട്ട് കണയിലേക്ക് നിറച്ചിട്ടുണ്ട്. തേങ്ങ കുറച്ചിട്ടിട്ടുണ്ട്. ഇച്ചിരി പൊടി എടുത്തോളൂ. ഇത്രയും പൊടിയുണ്ട് നനച്ച് വന്നപ്പോൾ കേട്ടോ. അതേ നമുക്ക് പുട്ട് വെച്ചിട്ട് വെക്കാം. ഒരു 1/2 മിനിറ്റ് മതി, പെട്ടെന്ന് ആവി വരും. ഈ കണയിക്കൂടും പെട്ടെന്ന് ആവി വരും കേട്ടോ. നമുക്കൊന്ന് ആവി വരട്ടെ. ഉണ്ട് ആവി തന്നെ ഉണ്ട്. ഉണ്ട് ആവി വരും. 1 മിനിറ്റ് കേട്ടോ. ആവി വരുമ്പോൾ തന്നെ എടുത്ത് കുത്തണം, താമസിക്കരുത് കേട്ടോ. ആവി വന്നിട്ട് നമുക്ക് മൂടി വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് കുത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു കയ്യിലാണ്, ഒരു കൈയോടെ പറ്റൂലല്ലോ. കുത്തിയിട്ട് കാണാം. ഓക്കെ.